ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. അപ്പം ഇന്ന് നോമ്പൊക്കെ അല്ലേ, അപ്പം എന്തെങ്കിലുമൊക്കെ എണ്ണക്കടികൾ ഉണ്ടാക്കണ്ടേ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു ചിക്കൻ റോൾ ഉണ്ടാക്കാമെന്നുള്ള ഒരു ഐഡിയ വന്നു. അങ്ങനെ പെട്ടെന്ന് ഞാൻ എത്രയും പെട്ടെന്ന് നല്ല ഈസി ആയിട്ട് ചിക്കൻ റോൾ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അങ്ങ് കാണാം കേട്ടോ. അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു, അതിലോട്ട് സ്ലൈസ് ചെയ്ത് വലിയുള്ളി നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്ര ഇടുക കേട്ടോ. അങ്ങനെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി, 1/2 ടീസ്പൂൺ വെളുത്തുള്ളി, ഒരു പച്ചമുളകും സ്ലൈസായിട്ട് അരിഞ്ഞു കേട്ടോ. അത് നന്നായിട്ട് ആ പച്ചയുടെ സ്മെല്ലൊക്കെ പോയതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, ചിക്കൻ മസാല 1/2 ടീസ്പൂൺ എല്ലാം ഇട്ട് നല്ലോണം പച്ചയുടെ സ്മെല്ല് പോകുന്നവരെ അങ്ങ് വാട്ടിയെടുക്കുക കേട്ടോ. വാട്ടിയതിന് ശേഷം ചിക്കൻ അങ്ങ് ചീവി വെച്ചിട്ടുണ്ട് കേട്ടോ, പിച്ചി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ. എൻ്റെ പൊന്നെ ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് സോയാ സോസ് അതിലോട്ട് 1 ടീസ്പൂൺ ഒഴിക്കുക കേട്ടോ. സോയാ സോസ് അതിലോട്ട് 1 ടീസ്പൂൺ അത് ഒഴിച്ചു കൊടുത്തു, നന്നായിട്ട് ഇളക്കി കൊടുത്തു. അങ്ങനെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തു. എൻ്റെ പൊന്നെ അങ്ങനെ എല്ലാം ഇളക്കി കൊടുത്ത് സെറ്റായി കേട്ടോ. അപ്പം നമുക്ക് ഇനി മിക്സിയുടെ ജാർ എടുക്കുക. അങ്ങനെ ഗ്യാസ് ഓഫാക്കി ഫില്ല് ചെയ്യേണ്ട സാധനം സെറ്റാക്കി അങ്ങനെ മിക്സിയുടെ ജാർ എടുത്ത് അതിലോട്ട് 2 കപ്പ് മൈദ കേട്ടോ. 2 കപ്പ് മൈദ എടുത്തു. ഒരു മുട്ട പൊട്ടിച്ചു കൊടുത്തു. കുറച്ച് 1/2 ഗ്ലാസ് പാല് കേട്ടോ. പിന്നെ വെള്ളം ഒഴിക്കുക. പിന്നെ കുറച്ച് ഷുഗറും കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്ത് അതിനെ നന്നായിട്ട്, അത് നല്ല കട്ടിയായിട്ട് വേണ്ട കേട്ടോ, നല്ല ലൂസും വേണ്ട, രണ്ടിലും കട്ടിയിട്ട് കേട്ടോ. സ്ലൈസായിട്ട് ചുട്ടെടുക്കാൻ പാകത്തിന് കേട്ടോ. അങ്ങനെ ഞാൻ അതിനെ അടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ചട്ടി എടുപ്പത്ത് വെച്ചു അതിനെ ചുട്ടെടുത്തു കേട്ടോ. എൻ്റെ പൊന്നെ സ്ലൈസായിട്ട് ചുടണം കണ്ടോ. ഇതേ ഒരു സ്റ്റേജിൽ വേണം, ഇല്ല കട്ടിയിലുണ്ടായ നമ്മളെ ചിക്കൻ റോൾ അങ്ങ് കട്ടിയായി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഞാൻ വേറൊരു ചെറിയൊരു ബോളിൽ അതിനെ പശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മൈദ 1 ടീസ്പൂൺ വെള്ളത്തിൽ ഇങ്ങനെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതിനെ അങ്ങനെ ചുട്ടെടുത്തു കേട്ടോ. അങ്ങനെ ചുട്ടെടുത്ത് 2 ടീസ്പൂണ് അതിലോട്ട് ഇട്ട് കൊടുത്ത് അതിനെ മടക്കി അതിനെ ഫില്ല് ചെയ്ത് അങ്ങ് സെറ്റാക്കി കേട്ടോ. അപ്പോഴേക്കും നമുക്ക് എല്ലാം ചുട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് സെറ്റാക്കി വെച്ചു. അങ്ങനെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു. അതിനെ നന്നായിട്ട് ഇളക്കി കൊടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ 4 ബ്രെഡ് എടുത്തു, 4-5 ബ്രെഡ് എടുത്ത് അതിനെ മിക്സിയിലിട്ട് ഒരു അടി അടിച്ച് അതിനെ എടുത്തു. അങ്ങനെ നമുക്ക് ആദ്യം മുട്ടയിൽ മുക്കി പിന്നെ ബ്രെഡിൽ മുക്കി അങ്ങനെ എണ്ണയിലോട്ടിടാൻ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ പൊന്നെ എത്രയും പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ആർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ. അങ്ങനെ എല്ലാം ചുട്ടെടുത്തു. അടിപൊളിയാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റിയാണ്, ഹെൽത്തി ആണോ അല്ലേന്ന് അറിയില്ല, ടേസ്റ്റാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ സ്നാക്സ് വാങ്ങുന്നതിനേക്കായി ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ, ഡെയിലി ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ നല്ല ഉഷാറായിട്ട് നോമ്പ് തുറയിൽ നല്ല സ്പെഷ്യൽ ഐറ്റംസ് ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ എല്ലാം അങ്ങ് സെറ്റാക്കി അങ്ങ് പൊരിച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ പൊന്നെ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ്. എത്ര കഴിച്ചാലും മതിയാറില്ല. നോമ്പായാലും എന്തായാലും നമ്മളിത് 1 ട്രിപ്പിന് 3-4 എണ്ണം കഴിക്കും കേട്ടോ. അപ്പോൾ ഇത് സോസും കൂട്ടി കഴിക്കുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം.